ഇന്ന് ഗൈസ് ഞാനൊരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. ശരിക്കും അതിൻ്റെ വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ദുബായിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും റിയൽ എസ്റ്റേറ്റിലാണ്. ഇപ്പം മീൻസ് നമ്മുടെ ദുബായ് സിറ്റിയിലെ ഇപ്പോഴത്തെ ഒരു ടോക്ക് ഓഫ് ദി ടൗൺ ശരിക്കും റിയൽ എസ്റ്റേറ്റ് ആണ്. എവിടെ കൂടിയാലും ഇപ്പം റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് മാത്രമേ സംസാരമുള്ളൂ. പക്ഷെ എല്ലാവരും നമ്മളടുത്ത് ഇപ്പം പ്രൊജക്റ്റ് നോക്കുമ്പോൾ അയ്യോ അവിടെ പ്രൊജക്റ്റ് ലോഞ്ചായി അല്ലെങ്കിൽ അവിടുത്തെ മോർഗേജ് കിട്ടും. പലപ്പോഴും ഇപ്പം എന്നെപ്പോലെ പോലത്തെ ഏജൻറ്റുമാർ പലപ്പോഴും എന്താ പറയുക, ഓ നിങ്ങൾക്ക് വെറും 4000 രൂപ മന്ത്ലി ഇത് കിട്ടും എന്നൊക്കെ പറയും. മീൻസ് 4000 രൂപ മാത്രം അടച്ച് പറയാറില്ല. അത് ഞങ്ങളെ പോലുള്ള ആളുകൾ ഒരു മാർക്കറ്റിംഗ് ഹുക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ചും അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു അതിനെക്കുറിച്ച് വീഡിയോ ചെയ്താൽ ശരിക്കും ഒരു നോളജ് നമ്മൾ ആളുകൾക്ക് വളരെ ആവശ്യമാണ്. അപ്പം ഞാൻ ഇന്ന് ശരിക്കും ഒരു ആളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആൾ 10-20 വർഷമായിട്ട് ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹെൽത്ത് സെക്ടറിൽ അതിന് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചൊരു ഐഡിയ തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പം നമ്മളെ ഗസ്റ്റ് ഉണ്ട് കൂടെ. Yes, good afternoon, Amir. It's a pleasure to be with you in this manner today. ഓക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇപ്പം ടോക്ക് ഓഫ് ദ ടൗൺ ആണ്. ഓക്കെ ആദ്യം നിങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. Alright, Rebecca Saji here in Dubai in UAE as a family for over 20 years and coming with the banking background, that's with RAK Bank. ഓക്കെ Right. And also with real estate and been with mortgages. But currently I'm officially being as a financial advisor with Zurich Insurance. കേട്ടിട്ടുണ്ടോ Zurich Insurance? സൂരിക് അറിയാം. അത് അത്ര ഫേമസ് ആണല്ലോ സൂരിക് Okay, ഇൻഷുറൻസ്. alright. ഓക്കെ സോ സ്യൂറിക് ഇൻഷുറൻസിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം യു ജസ്റ്റ് സെഡ് ദാറ്റ് ബയേഴ്സ് ഗോ ഫോർ ഐദർ ഫോർ എ ക്യാഷ് പർച്ചേസ് ഓർ ഫോർ എ മോർഗേജ് പർച്ചേസ്. ഈ മോർഗേജ് പർച്ചേസ് ആകുമ്പോൾ 25 ഇയേഴ്സിൻ്റെ ഒരു ടെനറാണ് മാക്സിമം ഒരു ബയറിന് ലഭിക്കുന്നത്. Okay. ഹി ക്യാൻ ഗോ അപ് ടു 25 ഇയേഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് ഏജ്. ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൊർഗേജിനെ കുറിച്ച് സംസാരിക്കാം. Okay, great. Okay. So if the customer is a mortgage buyer, you need to keep in mind few things and guide him in such a way so that it definitely turns out to be a blessing. Point number 1, along with the monthly installment that the customer pays monthly, there is also a mandatory payment that the customer would pay, which goes towards the life insurance. ഓക്കെ Life insurance. So basically what I would advise, if you're going to give the right advice, it is very important that he or she also understands the pros and cons. ഓക്കെ ലൈഫ് ഇൻഷുറൻസ് മാത്രമല്ല, നമ്മളൊരു ക്രിട്ടിക്കൽ ഇൽനെസ് കവറും കൂടി അതിനോടൊപ്പം എടുക്കുന്നത് ഇത് നന്നായിരിക്കും നന്നായിരിക്കും. ടു ഫേസ് ദ ആഡ്വേഴ്സ് സിറ്റുവേഷൻസ്. ഓക്കെ ഞാൻ അതിലോട്ട് വരാം. അത് നമുക്ക് മോർഗേജ് പ്യൂർലി കവർ ചെയ്തിട്ട് ഹെൽത്തിലോട്ട് പറയാം. ഇപ്പോൾ എല്ലാവരും പ്രോപ്പർട്ടി വാങ്ങുന്നവരൊക്കെ ഒരു 35+ ആണ് അല്ലെങ്കിൽ 40+ ആണ്. അപ്പം ഹെൽത്തിൻ്റെ കൂടെ നമുക്ക് കവർ ചെയ്യാം. രണ്ടും നമുക്ക് ഒരേപോലെ ആവശ്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു വീടുണ്ടെങ്കിൽ അതെ, കാര്യമുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ UAE ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ അവരുടെ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ 2 ടൈപ്പാണല്ലോ ഇപ്പോൾ ഇവിടെ. ലോക്കൽ മോർഗേജ് ഉണ്ട്. ലോക്കൽ മീൻസ് UAEയിലേക്ക് അകത്ത് ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവർക്കുള്ള മോർഗേജ് ഉണ്ട്. ഇന്റർനാഷണൽ ആളുകൾ കൂടെ മോർഗേജ് കിട്ടും. അതൊരു പോയിന്റാണ്. കാരണം UAEയിൽ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എവിടെ ബിസിനസ് ചെയ്യണമെങ്കിലും ലോകത്ത് എവിടെ ബിസിനസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അവിടുത്തെ ബിസിനസ് വെച്ചിട്ടും പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും. ആദ്യം നമുക്ക് ലോക്കൽ സ്റ്റാർട്ട് ചെയ്യാം. UAEക്ക് അകത്ത് വർക്ക് ചെയ്യുന്ന ആൾ മീൻസ് ഒരു ജോലിയിൽ ചെയ്യുന്ന ആൾക്ക് മോർഗേജ് കിട്ടാനുള്ള ക്രൈറ്റീരിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ആണ്. Okay, let me come to the point. We have 2 segments, salaried and self-employed. Self-employed. So irrespective of this particular category, when you're talking about residents, mortgage is possible for up to 80% of the property value അതാർക്കാണ്? for the residents. സാലറിഡ് റെസിഡൻസ്. Salaried and self-employed. ഓക്കെ Self-employed also we can go up to 80%. There it depends upon the eligibility, ഓക്കെ depends upon the income. ഓക്കെ Right. Now, if you're talking about a non-resident, he will not get up to 80%. It will go only up to 60% or even 50%. There are also eligibility criteria. ഓക്കെ Second criteria that what you need to keep in mind is age of the customer. ഓക്കെ That's very important. ഇപ്പം നമ്മൾ ഓക്കെ ലെറ്റ്സ് സീ ചെക്ക് സാലറീഡ്. അതാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ചങ്കൽ മെയിൻ കാറ്റഗറി ഓഫ് ആളുകൾ. ഇപ്പോൾ എല്ലാവരും ഇപ്പം ഷാർജയിൽ അല്ലെങ്കിൽ നഗദാവട്ടെ എവിടെ താമസിക്കുന്നവർ ഇപ്പോൾ UAE എവിടെയാണെങ്കിലും ഒരു റെൻറ്റ് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പം ചിന്തിക്കുന്നത് എന്താണ്, നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങാൻ റെൻറ്റ് കൊടുക്കുന്ന ക്യാഷ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മന്ത്ലി പേയ്മെൻറ്റിലൂടെ ചെയ്യാൻ പറ്റും എന്ന് പറയും. അപ്പം അതിൽ നമുക്കൊരു ബേസിക് സ്റ്റാർട്ട് ചെയ്യാം. ഒരാൾക്ക് സാലറി എത്ര വേണം അല്ലെങ്കിൽ എത്രയാണ് ആദ്യം മിനിമം പേയ്മെൻറ്റ് ആൾ കരുതേണ്ടത്? Minimum payment, minimum 20% ഡൗൺ പേയ്മെന്റ് എന്തായാലും വേണം. പ്രോപ്പർട്ടിയുടെ വാല്യൂ ഉണ്ട്, ടോട്ടൽ വാല്യൂ ഉണ്ട്. ഓക്കെ പിന്നെ അത് കൂടാതെ what we normally say is including the expenses, the mortgage related expenses, there it comes to approximately another 6 to 8% because they would be processing fee for the mortgage,
which would be one-time charge, depends upon the bank that we are Bank. applying. So I personally advise clients to go for a higher down payment so that he pays less. So ബട്ട് what? അഗെയിൻ നമുക്കൊരു ജനറലി പറയുകയാണെങ്കിൽ 20% നിങ്ങൾ പറഞ്ഞു ഡൗൺ പേയ്മെന്റ്, പിന്നെ 2% ഏജൻസി ഫീ പോകും, ഈ കമ്മീഷൻ പോകും, പിന്നെ 1% അടുത്ത് ഈ പ്രോസസ്സിങ് കാര്യങ്ങൾ പോകും, പിന്നീട് 4% ട്രാൻസാക്ഷൻ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഫീ ഉണ്ട്. അത് മറ്റ് എമിറേറ്റ്സ് ആകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരാം. അബുദാബി ആണെങ്കിൽ 2%, ഷാർജ 3+1. അപ്പോൾ എങ്ങനെ പോലെ ഒരു 4% അത് കാണണം. അപ്പോൾ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ 25 to 27% നമ്മുടെ കയ്യിൽ ഡൗൺ ആദ്യം കാണണം. ഓക്കെ, പിന്നീട് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ കസ്റ്റമേഴ്സ് സാലറി, ദ എലിജിബിലിറ്റി സ്റ്റാൻഡ്സ്. നൗ only up to 50% of the salary can a customer go for as a payment. That is which will include his monthly payments, also his all liabilities including his loan and credit cards. Up to 50%. Up to 50%. അപ്പോൾ ഒരു let's say if a person getting 10,000 salary, bank will give on up to 50% of salary. Let's say 5,000 only. Yes. Maximum up to 5,000 he can get. Yes. Monthly. This 5,000 will also include his upcoming mortgage payment. Okay. 5% of the credit card limits is considered as a liability. Liability. Okay. Right. So if a person is planning to buy a property, what we would normally would suggest is have a very good ACB score, which is a central bank scoring. He needs to be regular on all the payments and to reduce the credit card limits as low as possible. അത് ഞാനത് കേട്ടിട്ടുണ്ട്. ഇപ്പം പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഡൂവിൻ്റെ ബില്ലടക്കൽ, അല്ലെങ്കിൽ ദേവയുടെ ബില്ല്, അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ്. ഇപ്പം ഞാൻ അടക്കമുള്ള ആളുകൾ 4-5 ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും, അതിലെല്ലാം കൂടെ ലിമിറ്റ് ഒരു 10, 2 ലക്ഷം, 3 ലക്ഷം ദിർഹംസ് ഉണ്ടാവും. ഇതൊക്കെ ഇതിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പം ഈ മോർഗേജ് എടുക്കുന്നതിന് മുമ്പായിട്ട് ക്രെഡിറ്റ് കാർഡ് ഒന്നുകിൽ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം ലിമിറ്റ് കുറയ്ക്കുക അല്ലേ? ഓക്കെ ഓക്കെ. ക്ലോസ് ചെയ്യണമെന്നില്ല, കാരണം ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് വിൽ ഗിവ് ഹിം ബെറ്റർ സ്കോർ. ഓക്കെ. അല്ല, ഞാൻ പറയുന്നത് ആ ഒരു നമ്മുടെ ടോട്ടൽ ലിമിറ്റിനെ നോക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് കിട്ടാവുന്ന മാക്സിമം ലോൺ എമൗണ്ട് UAE ഒരാൾക്ക് കിട്ടാൻ പോകുന്നത്, അപ്പോൾ അത് ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടെയും അതിൽ ഇൻക്ലൂഡ് ആണല്ലോ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അത്രയും പൈസ നമുക്ക് പ്രോപ്പർട്ടിക്ക് കിട്ടും. യെസ്. അപ്പോൾ അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ വൺ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് ലെങ്ത് ഓഫ് സർവീസ്. ജോലി മാറാതിരിക്കുക, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം മോർഗേജ് എടുക്കുന്നത് വരെ നല്ലൊരു കമ്പനിയിൽ ഒരു ലെങ്ത് ഓഫ് സർവീസ് എത്ര കൂടുന്തോറും അയാളുടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലോൺ അപ്രൂവൽ ഇസ് ഓൾസോ ഹൈ. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദ ടൈപ്പ് ഓഫ് കമ്പനി ദാറ്റ് ഹി വർക്ക്സ് ഫോർ. കമ്പനി പ്രൊഫൈൽ ഒക്കെ നോക്കും, പല കാര്യങ്ങളും ഉണ്ട് ആണ്. ആൻഡ് there are many banks which do this, multiple banks. So we normally see which bank the customer is eligible for a higher loan at the better rate. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള മോർഗേജിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാന്ന് പറയുന്നത്. മീൻസ് ഇപ്പോൾ ഒരു ബാങ്കിൽ പോയി അവരുടെ പ്രൊഡക്റ്റ് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ നിങ്ങളെ പോലുള്ള ആളുകളുടെ ഒരു അഡ്വൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി എങ്ങനെയാണ് ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, പ്രോപ്പർട്ടി വാങ്ങുന്ന ആളുകളെ? ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഐ എം an ഇൻഷുറൻസ് അഡ്വൈസർ വിത്ത് Zurich. I was working with mortgages prior to this. So my customers get the advice from the mortgage brokers in the market. Yeah. So the customers to whom we have offered this earlier also, when they come back to us, we guide them to the best mortgage person in town to get the best advice pertaining to the documentation and the eligibility. സോ പിന്നീട് വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു റഫ്ലി ഒരു ഇത് പറയാം, മിനിമം എത്ര സാലറി വേണം ഒരു സാലറിയുടെ ആളാണെങ്കിൽ? ഒരു ഫിഗർ പറയുകയാണെങ്കിൽ മിനിമം 10,000 ആണ് സാലറി ക്രൈറ്റീരിയ. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സാലറി വിൽ ബി എലിജിബിൾ, റൈറ്റ്? സോ അതിൻ്റെ എത്ര ആണ് എലിജിബിലിറ്റി ഉള്ളത് വരുന്നതെന്ന് വെച്ചാൽ 10,000 ഉള്ള ഒരാൾക്ക് എത്ര എലിജിബിലിറ്റി എന്നുള്ളത് നമുക്ക് ആ മോർഗേജ് പേഴ്സണോട് ശരിക്കും ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എലിജിബിലിറ്റി. അതാണ് ബെസ്റ്റ് അഡ്വൈസസ്. Get a pre-approval which is valid for up to 60 days before going for the property search. And there is no charge for that? No, there is no charge. അതാണ് ഗൈസ് എല്ലാവരുടെ പറയാനുള്ള ഒരു കാര്യമാണത്. ഇപ്പം നമ്മൾ പലയിടത്തും ഞങ്ങളടുത്ത് പ്രോപ്പർട്ടി വാങ്ങാൻ ആളുകൾ വരും, അവർക്ക് അറിയില്ല അവർക്ക് എത്ര മോർഗേജ് കിട്ടുമെന്ന്. ചിലർ വിചാരിക്കുന്നത് 10,000 അല്ലെങ്കിൽ 15,000 സാലറി ഉണ്ടായാൽ എത്രയും കിട്ടുന്നതാണ്. അപ്പം ശരിക്കും ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പ്രീ അപ്രൂവൽ എപ്പോഴും ആവശ്യമാണ് ശരിക്കും. കാരണം അവർക്ക് അറിയാൻ പറ്റും. ഇപ്പം ചിലർക്ക് അറിയില്ല എനിക്ക് ഇത്രേ കിട്ടുള്ളൂ, ഞാൻ വിചാരിച്ച് ഇത്ര കിട്ടുള്ളൂ എന്നാണ്. പക്ഷേ അവർക്ക് ഒത്തിരി
മീൻസ് വളരെയധികം ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും പ്രീ അപ്രൂവൽ എടുക്കുന്നത് വളരെ നല്ലതാണ്. വേറൊരു കേസുണ്ട്, ഇപ്പോഴത്തെ ഒരു കേസിൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പ്രോപ്പർട്ടി വാങ്ങാൻ വരുന്നതുകൊണ്ട് പല കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഓണേഴ്സിനോട് കോൺടാക്ട് ചെയ്തിട്ട് അവർ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ലിസ്റ്റിങ്ങിന് തരും, അല്ലെങ്കിൽ ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയും. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വരുമ്പം ആദ്യം ഓണർ ചോദിക്കുന്നത് ആൾക്ക് പ്രീ അപ്രൂവൽ ഉണ്ടോ എന്നാണ്. മോർഗേജ് പ്രീ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രം ക്ലയൻറ്റിന് വ്യൂവിങ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. കാരണം അവർ പറയുന്നത് ടൈം വേസ്റ്റ് വേണ്ട, കാരണം ചിലപ്പോൾ അത് റെൻറ്റഡ് ആയിരിക്കും. അപ്പം അവർക്കും എന്ത് വേണം, ഈ ടെനൻറ്റിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുക്കണം വ്യൂവിങ്ങിന് വരുന്നത്. അപ്പം അവരും നമ്മൾ വരുന്നത് കണ്ടുകൊണ്ട് അത്യാവശ്യം ഒന്ന് ഭംഗിയാക്കി വെക്കുക റൂമെല്ലാം. അപ്പം അവർക്കതൊരു ജോലിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, മാത്രമല്ല ഏറ്റവും കൂടുതൽ പലപ്പോഴും പ്രീ അപ്രൂവലിൻ്റെ കോപ്പി അടക്കം അവർ ചോദിക്കും, മീൻസ് ഒരു പ്രൂഫ് പോലെ, എന്നിട്ട് കൊണ്ടുവന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എപ്പോഴും പ്രീ അപ്രൂവൽ പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രീ അപ്രൂവൽ എടുത്തു വെക്കുക, അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ മോർഗേജ് കൺസൾട്ടൻറ്റിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവർ നിങ്ങൾക്ക് കുറേ അഡ്വൈസ് തരും. ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കുറക്കണം, അല്ലെങ്കിൽ ഇനി വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഒരു 6 മാസത്തേക്ക് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോൾ അത് കഴിഞ്ഞ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രീ അപ്രൂവൽ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ എനിക്ക് ഇത്രയാണ് എൻ്റെ ലിമിറ്റ്, ഇപ്പം ഞാൻ മോർഗേജിൽ വാങ്ങുകയാണെങ്കിൽ. പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻസ് ആയിട്ടുള്ള ഏരിയയിലും മീൻസ് നിങ്ങളുടെ എല്ലാത്തിനും പറ്റുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി നോക്കുന്നതായിരിക്കും നന്നാവാൻ തോന്നുന്നുണ്ട്. യെസ്, അതാണ് ചെയ്യേണ്ടത്. അത് കൂടാതെ ഡൗൺ പേയ്മെന്റിനുള്ള അറേഞ്ച്മെന്റ്സും ചെയ്തിട്ട് അതും കൂടി റെഡി ആണെങ്കിൽ മാത്രമാണ്. അതെ, അത് കൂടാതെ വേറെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ സമയത്ത് ബയർ എവിടെ ഉണ്ടോ, അതോ ബയറിൻ്റെ പവർ ഓഫ് അറ്റോർണി ഉണ്ടോ, അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഡിലേ വന്നു കഴിഞ്ഞാൽ അത് അവർക്കും ഒരു പ്രയാസമായി തീരാൻ ചാൻസ് ഉണ്ട്. പൊതുവെ നമ്മളിപ്പം ദുബായിൽ ചെയ്യുന്നത് 2 മാസത്തേക്കാണ് നമ്മൾ MOU സൈൻ ചെയ്യുന്നത്. അത് പ്രോപ്പർട്ടി കണ്ട് പാർപ്പം വാങ്ങുന്ന ആൾ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാം സെറ്റ് ആണെങ്കിൽ നമ്മൾ MOU ചെയ്യും. കോൺട്രാക്ട് F എന്നും പറയും അതായിട്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസത്തിനകത്താണ് ഈ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ആവേണ്ടത്. കാരണം ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് വലിയൊരു ഹോട്ട് മാർക്കറ്റാണ്. അപ്പോൾ ആരും അധികം വെയിറ്റ് ചെയ്യില്ല. കാരണം 2 മാസം കൊണ്ട് പ്രോപ്പർട്ടിയുടെ പ്രൈസ് മാറുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ചെയ്തു വെക്കുക എന്നൊക്കെയാണ് തോന്നുന്നുണ്ട്. ഇനി അടുത്ത കാര്യം സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഇപ്പം എനിക്ക് അജ്മാനിൽ ഒത്തിരി കോൾ വന്നിരുന്നു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ. അവർ പലപ്പോഴും അവർക്ക് നല്ല ഒത്തിരി ബിസിനസ് ഉണ്ടാവും, ഒരുപാട് ഷോപ്പുകളുടെ ഓണേഴ്സ് ആയിരിക്കും. പക്ഷെ പലതും ബാങ്ക് ത്രൂ ആയിരിക്കില്ല പലപ്പോഴും പ്രോപ്പറി. അപ്പോൾ അവർക്കുള്ളൊരു അഡ്വൈസ് എന്താണ്, ഇങ്ങനത്തെ ആളുകൾ പ്രോപ്പർട്ടി നോക്കാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ? അവർ ബാങ്കിലൂടെ തന്നെ ട്രാൻസാക്ഷൻ ചെയ്യുക. പിന്നെ ഏത് പ്രോപ്പർട്ടി സെർച്ച് നമുക്ക് ഡോക്യുമെന്റ്സ് ലഭിക്കാതെ യാതൊരു എലിജിബിലിറ്റിയും നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പേടിക്കൊന്നും വേണ്ട, ഇവരൊന്നും ചെയ്യാനൊന്നും മുതൽ ഇവർക്ക് ആകെ ബേസിക് ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ബാങ്കിൽ കൊടുത്തിട്ട് അവർ അത്രയല്ല ചെയ്യേണ്ട ആവശ്യമില്ല. അതിനും യാതൊരു ചെലവുമില്ല, അത് ചാർജും ചെയ്യുന്നില്ല അവർ. കാരണം ഇവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി എടുത്ത് ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം ഇവരുടെ കമ്മീഷൻ ബാങ്കാണ് റിലീസ് ചെയ്യുന്നത്. ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്ക് സത്യത്തിൽ ഇവരെ ടൈം വേസ്റ്റ് ആണ്. എന്നാൽ പോലും എല്ലാവരും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ പ്രോപ്പർട്ടി അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ സെല്ലറെ നമ്മൾ ബയറെ വളരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇഫ് ദ മോർഗേജ് ഇസ് നോട്ട് അപ്രൂവ്ഡ്, ആ ഒരു ക്ലോസ് വെക്കേണ്ട വളരെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് കാരണം ഇൻ കേസ് ഇഫ് ദ മോർഗേജ് ഇസ് നോട്ട് അപ്രൂവ്ഡ് ഡ്യൂ ടു എനി റീസൺ, ദിസ് അഡ്വാൻസ് വിൽ ബി റിട്ടേൺഡ്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് വരുമ്പോഴേക്ക് അടുത്ത കാര്യം ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത്. അവർക്കൊരു ചെറിയൊരു അഡ്വൈസ് എന്തായിരിക്കും, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മീൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്? കാരണം പലപ്പോഴും 5-6 ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും. ചിലപ്പം കോർട്ട് ത്രൂ എഗ്രിമെൻ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ട് പക്ഷെ അവർ പലപ്പോഴും അവരെ ക്യാഷ് ഇങ്ങനെ ബാങ്കിൽ വന്നിട്ടുണ്ടാവില്ല, ഇതിന് സാലറി പോലത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇതായിട്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു ചെറിയ അഡ്വൈസ്? കൂടുതലായിട്ട് എലിജിബിലിറ്റി ലഭിക്കാനായിട്ട് എല്ലാ പേപ്പർ വർക്കും ക്ലിയർ ആക്കുക. വാറ്റ് ഫയലൊക്കെ, ഓഡിറ്റഡ് ഫൈനാൻഷ്യൽസ്, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എലിജിബിലിറ്റി കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അതില്ലെങ്കിൽ നമ്മൾ ലോ ഡോക്യുമെന്റ്സ് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്. ഈ ഡോക്യുമെന്റ്സ് ഒന്നുമില്ലാതെ വളരെ കുറച്ച് എലിജിബിലിറ്റി മാത്രം കൊടുക്കുന്നത്. സോ ബെറ്റർ ടു ഹാവ് ഓൾ ദ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ടു ഗെറ്റ് ഹയർ ലോൺ എമൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങി, ഇപ്പം ഞാൻ അടുത്തൊരു മെയിൻ ക്വസ്റ്റ്യൻ കേസ്, അതായത് നമ്മൾ ആരും പറയാത്തൊരു സെഗ്മെൻ്റ് ആണത്. ഇവിടെ എല്ലാവരും പ്രോപ്പർട്ടി എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊക്കെ ഇപ്പോഴത്തെ ഈ കൊറോണയ്ക്ക് ശേഷമുള്ള നമ്മുടെ ആരോഗ്യ ഇഷ്യൂവും കാര്യങ്ങളും ഒരുപാട് മരണങ്ങൾ ഇപ്പോൾ അടുത്തായിട്ട് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് UAE പോലത്തെ രാജ്യത്ത് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുമ്പം ഇവിടുത്തെ ഒരു അനന്തരാവകാശം അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറയില്ല, അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട് ഒന്നൊക്കെ വില്ല് എഴുതി വെക്കുക, അതിൻ്റെ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് UAE ഒരു വില്ല് എഴുതി വെക്കണം എന്നുള്ളത്. പലർക്കും അതിൻ്റെ
കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു ധാരണയില്ല. ഇല്ല, പലരും പറയുന്നില്ല. പറയാറുണ്ട് ജോയിൻ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ പോലും അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അത് 50% മാത്രമേ എലിജിബിലിറ്റി വരുന്നുള്ളൂ. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് വൺ, the other surviving spouse will not be able to inherit in the absence of a will. So to protect your loved ones, it's very important to have a will. കാരണം ബാങ്ക് അക്കൗണ്ട് വരെയും ഫ്രീസ് ആക്കും. അത് അപ്പോൾ ഈ ഒരു വില്ല് ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? അത്രയും ഇമ്പോർട്ടൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദുബൈയിൽ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ശരിക്കും വില്ല് എഴുതുക എന്നുള്ളത് വേണം. ബിക്കോസ് ഫ്യൂച്ചർ ഇസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. ദ മൊമെന്റ് യു ഹാവ് എ പ്രോപ്പർട്ടി ഇൻ യുവർ നെയിം ടു ഗിവ് ദ ബെസ്റ്റ് ടു യുവർ ഫാമിലി, you have to write a will. അതിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ലീഗൽ വില്ല് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് 2 or 3 days or maximum 1 week, and it's a very low cost also. ഓക്കെ. കാരണം ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് UAE പോലത്തെ രാജ്യത്താകുമ്പം ഇവിടുത്തെ ഇൻഷുറൻസ് ലോ നമ്മുടെ നാട്ടിലെ പോലെയല്ല. പിന്നെ പലരും ഇപ്പോൾ ഒക്കെ വളരെ എന്താ പറയുക, നമ്മൾ ചെറിയ ഫാമിലിയാണ്, ഹസ്ബൻഡ് വൈഫ് മാത്രം, അല്ലെങ്കിൽ ഒരു കുട്ടി, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ രണ്ടാളുകയും ഏരിയകൾ വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇന്ത്യ എടുക്കാം, ഒരാൾ കേരളത്തിലാണെങ്കിൽ പക്ഷേ വൈഫ് നോർത്ത് നിന്നാവാം, സൗത്ത്, ഇങ്ങനെയൊക്കെ ആവും. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവിടുത്തെ ലോ വെച്ചിട്ട് മീൻസ് ഹസ്ബൻഡിൻ്റെ ഫാമിലി അല്ലെങ്കിൽ വൈഫിൻ്റെ ഫാമിലിയിലോട്ടൊക്കെ ഈ ഷെയർ പോകുന്നത്. കുറച്ച് മീൻസ് ശരിയാകൂടെ ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് അപ്പം വില്ലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് അതിൻ്റെ നമ്മൾ വിചാരിക്കുന്ന പോലെ അനന്തരാവകാശികൾക്ക് അതിൻ്റെ ഫുൾ റൈറ്റ് കിട്ടാൻ പോകുന്നില്ല വില്ലില്ല എങ്കിൽ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഇത് അങ്ങനെ കിടക്കും, ഒന്നും ആവാതെ കിടന്നു പോകും പ്രോപ്പർട്ടി. അതായത് അത് കിട്ടാനായിട്ട് ഒരുപാട് നാള് എടുക്കും. ഒരുപാട് കോർട്ടിലേക്ക് പോയിട്ട് ഒരുപാട് നാളെടുക്കും. അതുകൊണ്ട് പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ആള്, പ്രോപ്പർട്ടി ഓണേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് വില്ല് എഴുതുക എന്നുള്ളത്. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു കാര്യം, ഇപ്പം ഞാൻ നിങ്ങളെ ശരിക്കും കിട്ടിയത് നമുക്കൊരു ഉപകാരമാണ്. കാരണം ബാങ്കിങ് വർക്ക് ചെയ്തിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പം നമ്മൾ പറഞ്ഞ വില്ല് റിലേറ്റഡ് കാര്യങ്ങൾ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ എന്നുള്ള ലെവലിൽ. അടുത്തൊരു കാര്യം ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, മീൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പം നമുക്കൊക്കെ ഇവിടെ UAE മാൻഡേറ്ററി ആണ്, എവറി എക്സ്പാറ്റ് ഷുഡ് ഹാവ് എ മെഡിക്കൽ ഇൻഷുറൻസ്. Now there is a vast difference between the medical insurance and the critical illness cover. Medical insurance, one gets the treatment. Okay. And medical insurance expires with employment contract. Correct. ജോലി മാറുന്ന സമയത്ത് നമുക്ക് ഒരു കവറേജ് ഇല്ല. അല്ല, ഇപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, അടുത്തെടുക്കുന്ന ഗ്യാപ്പിലും ആണ്. അപ്പം മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേ ടു ഡേ ചെറിയ ചികിത്സക്കൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ആണ്. So, and it gives covers all the treatment in the hospital. But I'm talking about something called a critical illness situation where the financial impact is very high. Okay. Right. നമുക്കറിയാം ഇവിടെ അധികം ദിവസം നമുക്ക് അവധി കിട്ടില്ല, പെയ്ഡ് ലീവ് കിട്ടില്ല അല്ലേ. അപ്പം അങ്ങനെ ആകുമ്പം നമ്മൾ, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു രോഗം വരുമ്പോൾ ദീർഘനാളുകൾക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പോകേണ്ട സമയത്ത് നമ്മളുടെ ബിൽസ് സ്റ്റോപ്പ് ചെയ്യില്ല, എല്ലാ ബിൽസും നമ്മൾ പേ ചെയ്യണം. സോ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറഞ്ഞാൽ വെൻ എ പേഴ്സൺ ഇസ് ഡയഗ്നോസ്ഡ് വിത്ത് ക്രിട്ടിക്കൽ ഇൽനെസ്, ഹി ഓർ ഷീ ഗെറ്റ്സ് ദ ലംസം എമൗണ്ട് വിച്ച് ഹി ക്യാൻ യൂസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓൾസോ ടു സപ്പോർട്ട് ഫോർ ദ ഫൈനാൻഷ്യൽ എക്സ്പെൻസസ് ദാറ്റ് ഹി നീഡ്സ് ടു. അതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. അപ്പം അറ്റ് സ്യൂറിക് ഇൻഷുറൻസ് നമ്മളെ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് 30+ ക്രിട്ടിക്കൽ ഇൽനെസ്സസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. And the earlier you go for it, it's better. Because after a certain age, the premium gets high, and sometimes we may not get it due to other personal reasons. Like any family history of critical illness. ഓക്കെ. ഇപ്പം നമ്മൾ ഇങ്ങനെ വരുമ്പം ഒരു 35 ഇയേഴ്സ് അല്ലെങ്കിൽ 40 ആയ ഒരാളുകൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ഒരു പ്ലാനിങ് എങ്ങനെയായിരിക്കണം? നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫൈനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ അമീർ? ഇല്ല. നമ്മൾ ഹെൽത്ത് ചെക്കപ്പിന് പോകാറില്ലേ? ഹെൽത്ത് ചെക്കപ്പിന് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ശാരീരികമായ എന്തെങ്കിലും പ്രയാസം, ബുദ്ധിമുട്ടുണ്ടോന്നല്ലേ ഡോക്ടർ ചെക്ക് ചെയ്യുന്നത് അല്ലേ? അതുപോലെ നമുക്ക് നമ്മളെ ഫൈനാൻഷ്യൽ ഹെൽത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം അമീറിന്റെ പ്രായത്തിൽ അമീർ എന്തൊക്കെയാണ് അമീർ ചെയ്യേണ്ടത്? അമീറിന്റെ ഫാമിലിയെ സെക്യൂർ ആക്കാൻ പല സാഹചര്യങ്ങളിൽ അമീറിന് ഇപ്പോൾ ഒരു സാലറി ഉണ്ട്,
അപ്പോൾ പല സാഹചര്യങ്ങളിൽ എന്താണ് അമീർ ചെയ്യേണ്ടത്, റിസ്ക് എന്താണ്, അതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് തരും. ഓക്കെ. ടുഡേ ടു സെക്യൂർ യു ആൻഡ് യുവർ ഫാമിലി വാട്ട് യു നീഡ് ടു ഡു. ഓക്കെ. സ്യൂറിക്കിൽ നമുക്കൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ ടൂൾ ഉണ്ട്. നമുക്ക് ഐ എം ഡയറക്ട്ലി എംപ്ലോയിഡ് വിത്ത് സ്യൂറിക്. അവർ ഓഫീസ് ഇസ് ലൊക്കേറ്റഡ് ഇൻ മാർട്ട് സ്ക്വയർ. വി ഹാവ് എ വെരി അഡ്വാൻസ്ഡ് ഡിജിറ്റൽ ടൂൾ. Within 30 minutes, we'll be able to analyze if there are any gap in your financial planning. ഓക്കെ. How much you will need for your retirement, how much your kids will need for their higher education, and how you can fulfill your dreams. ഓക്കെ. So what you need to do today, that's what we are guiding. ഓക്കെ. ആണ്. ഓക്കെ. And ഇത് globally ആണ്. Anywhere in the world claims കൊടുക്കാം. ഓക്കെ. In fact, let me tell you, our claims report stands at 98%, and we have paid our claims in over 200 plus countries. Right. 200+ countries. Countries. മോസ്റ്റ് ഓഫ് ദി കൺട്രിയും കവർ എല്ലാ കൺട്രീസും കവേർഡ് ആണ്. പിന്നെ ഇത് സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് കമ്പനിയാണ്. 150 years പ്ലസ് ഉണ്ട്. പ്ലസ് ഉണ്ട്. ഇൻ ദ UAE we are present for more than 36 years. ഇല്ല, ഇതിൻ്റെ ഒരു ഏകദേശം ഒരു സാധാരണക്കാരനെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ചാർജേ ഉള്ളൂ ഈ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് അല്ല, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ വിടാം. പിന്നെ ഞാനത് പറയുന്നത് It comes with life insurance, which is inclusive of a critical illness cover. Purely, if somebody wants to give purely a critical illness cover, that is also possible. And as I said, the minimum starts from $30. Of course, it depends upon the age. $30+. It's a normal term plan പോലെ ഉണ്ട്. രണ്ട് കോൺസെപ്റ്റ് ഉണ്ട് ഇൻഷുറൻസിൽ. വൺ ഇസ് ലൈക്ക് എ car insurance, like a term plan. You get it for a very low amount. You're replacing your income, right, for those many years that you would be contributing towards the family income. Okay. What I normally personally believe is somebody needs to have a cover whole of life, അല്ലേ? Correct. ആണ്. നമുക്ക് എന്നും ഒരു കവർ വേണ്ടേ? Correct. So we have a concept, a product called Futura. It's a whole life insurance policy with a critical illness and many other added benefits also. Okay. ആണ്. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കാം, ഞാൻ വിട്ടുപോയത്. റീമോർഗേജ് അല്ലെങ്കിൽ Refinancing. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ ഒരു 4 വർഷം മുമ്പ് എടുത്തവർ അല്ലെങ്കിൽ ആവട്ടെ, ഇപ്പം നല്ല ഹോട്ട് മാർക്കറ്റാണ്. എല്ലായിടത്തും പ്രോപ്പർട്ടിയുടെ പ്രൈസ് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പലർക്കും അറിയില്ല ആ ഒരു പ്രോപ്പർട്ടി മീൻസ് വേറെ പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ പൈസ മീൻസ് എടുക്കുന്നതിന് പകരം ഈ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടിയെ റീമോർഗേജ് റീഫൈനാൻസ് ചെയ്തിട്ട് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റില്ല. അതിനെക്കുറിച്ചൊന്ന്. അതെ, റീഫൈനാൻസിങ് എപ്പോഴാണ് രംഗത്ത് വരുന്നതെന്ന് വെൻ ഇറ്റ് കംസ് ടു ദ പിക്ചേഴ്സ്, ബിക്കോസ് ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് കസ്റ്റമർ എൻജോയ്സ് എ ഫിക്സ്ഡ് റേറ്റ്. Let's say now this is the 10th year or sixth year. So he's completed the first few years of fixed years, and അതിപ്പോൾ വേരിയബിൾ റേറ്റിലേക്ക് പോയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, ഓക്കെ. വിച്ച് മീൻസ് അയാൾ ഹൈ ആണ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. So from one financer to another one, let's say he was banking with FAB, now to another bank. So we take over that outstanding, and now it comes to the fixed rate again, where he's enjoying the less rates and he's saving almost 1,000 to 2,000 dirhams monthly. അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം പറയാം, എനിക്ക് തോന്നുന്നൊന്ന് ക്ലിയർ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരാളൊരു പ്രോപ്പർട്ടി എടുത്തു, ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ആളുടെ ഇൻട്രസ്റ്റ് വരുന്നത് മിക്കവാറും 3 വർഷത്തേക്കാണ്, അല്ലെങ്കിൽ മാക്സിമം 5 വർഷത്തേക്ക്. ചിലത് കുറവുണ്ട്, 1 വർഷം 2 വർഷമൊക്കെ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഫസ്റ്റ് ആ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഉദാഹരണത്തിന് ഞാൻ എക്സ് എന്നുള്ളൊരു ബാങ്കിൽ നിന്നൊരു ഇതെടുത്തു, എൻ്റെ മോർഗേജ് എടുത്തു. നമുക്ക് പറയാൻ വേണമെങ്കിൽ റാക്ക് ബാങ്കിൽ നിന്ന് എടുത്തു. ആൾ 3 വർഷം 4 വർഷം ആകുമ്പോഴേക്കും എന്ത് ചെയ്യാൻ പറ്റും, അതുവരേക്കും ആൾക്ക് ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം 4% ആണെങ്കിൽ 4.3.9. ഈ 4 വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് മാറുന്നത് ആളുകൾക്ക് അറിയില്ല. പിന്നീട് ഈ റേറ്റ് വേരിയബിൾ ആണ്, അല്ലേ, മീൻസ് മാറിക്കൊണ്ടേയിരിക്കും. അതെ, ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ബാങ്കിൽ നിന്ന് നമ്മൾ വേറൊരു ബാങ്കിലോട്ട് മാറ്റുക. ഇതേ നമ്മൾ ഈ ഈ ഒരു മോർഗേജിനെ മാറ്റുക. അപ്പോൾ നമുക്ക് അവിടെ പിന്നെയും 3-4 വർഷം കിട്ടി. അത് കഴിയുമ്പോഴേക്കും വീണ്ടും തിരിച്ച് മറ്റൊരു ബാങ്കിലോട്ട് മാറ്റുക. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഒന്ന് അത് ഒരു റീമോർഗേജ്. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കണ്ടേ, പ്രോപ്പർട്ടിയുടെ മേലുള്ള ഇക്വിറ്റി ഇല്ലേ, ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടി, ഞാൻ എൻ്റെ പ്രോപ്പർട്ടി വാങ്ങി, എൻ്റെ പേയ്മെന്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഫുൾ ക്യാഷ് കൊടുത്ത് വാങ്ങി. അപ്പോൾ ശരിക്കും ഞാൻ അവിടെ 2 മില്യൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും, ഞാൻ 2 മില്യൺ ആ പ്രോപ്പർട്ടിക്ക് ഇട്ടിട്ടുണ്ട്, എനിക്ക് റെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് അയ്യോ ഒരു 2 മില്യൺ എനിക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങായിരുന്നു. ആ സമയത്ത് എങ്ങനെ ചെയ്യാൻ പറ്റും? ആ സമയത്ത് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചിട്ട് ഇക്വിറ്റി നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ വേറെ ഒരു കാര്യമുണ്ട്, ഈ
സാഹചര്യങ്ങളിലെല്ലാം കസ്റ്റമറുടെ എംപ്ലോയ്മെന്റ് പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ. പല കസ്റ്റമേഴ്സും ഉണ്ട്, അവർ ആദ്യം എടുത്തു കഴിഞ്ഞ് പിന്നെ ഇപ്പം അവർ ചിലപ്പം സാലറി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ആയിരിക്കും. അപ്പം എപ്പോഴാണോ മോർഗേജ് എടുക്കുന്ന ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് റെഗുലർ ഇൻകം ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓ ഓക്കെ. ഇപ്പൊ എൻ്റെ അടുത്ത് 2 പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും എനിക്ക് നമുക്ക് ഇൻകം ഒരു ഇൻകം വന്നുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പ്യോർലി ബാങ്ക്സ് ചെയ്യുന്നുണ്ട്, പ്യോർലി 3 പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാൻ നോക്കാൻ പറ്റും. പറ്റും. അത് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി ഉള്ള multiple properties, ഒരാളാണെങ്കിൽ yes, ആൾക്കാർക്ക് ഇത്രയും ഇൻകം റെന്റ് വരുന്നുണ്ട് 2-3 yes. പ്രോപ്പർട്ടിന്ന്, അങ്ങനെയാകുമ്പോൾ ഓക്കെയാണ്. കാരണം ഇത് മോർഗേജ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും റൂൾസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ചിലപ്പോൾ ഇന്നലത്തെ എലിജിബിൾ അല്ലാത്ത ഒരാൾ ഇന്ന് എലിജിബിൾ ആവും, എലിജിബിൾ, കറക്റ്റ്. വൈസ് വേഴ്സയും ഉണ്ടാവും. ഇപ്പൊ നമുക്ക് മോർഗേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു ടോപ്പിക്കിലോട്ട് വന്നുകൊണ്ടാണ്, ഏജ് എങ്ങനെയാണ് ഇതിന്റെ അകത്തൊരു? സാലറീഡ് ആൾക്കാർക്ക് അപ് ടു 65 ആണ്. ഓക്കെ. ദാറ്റ് മീൻസ് ഏജ് അറ്റ് മെച്യൂരിറ്റി. ചില കേസസിൽ ചില ബാങ്ക്സ് 70 ഇയേഴ്സ് വരെ കൊടുക്കുന്നുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ. ഓക്കെ. അതിന് കമ്പനിയിൽ നിന്നൊക്കെ ഒരു ലെറ്റർ വേണ്ടി വരും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളത്. സെൽഫ് എംപ്ലോയ്മെന്റ് 70 വരെ കൊടുക്കാറുണ്ട്. 70 വരെ കൊടുക്കാം. ഇനി നമ്മൾ ഇന്റർനാഷണൽ വരികയാണെങ്കിൽ ഇന്റർനാഷണൽ 65 വരെ ആണ്. ഓക്കെ. പിന്നീട് ഇപ്പം എന്താണ് ഒരു ടോപ്പിക്, നമ്മൾ ഏകദേശം നമ്മുടെ ടോപ്പിക് പിന്നീട് എനിക്ക് തോന്നുന്നു ഇത് റെഡി പ്രോപ്പർട്ടിക്കാണല്ലോ മോർഗേജ് കൊടുക്കുന്നത്. റെഡി ഇപ്പം പുതുതായിട്ട് ചില നല്ല മീൻസ് ടയർ 1 ഡെവലപ്പേഴ്സ് കൺസ്ട്രക്ഷൻ സമയത്ത് മോർഗേജ് കിട്ടുന്നുണ്ട്. അത് ഒരു അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അത് ഗവൺമെന്റ് ഡെവലപ്പേഴ്സ് ലൈക്ക് ഇമാർ, അൽവാസൽ ഇതുപോലെയൊക്കെ ഒരു കുറച്ച് ലിസ്റ്റ് ഓഫ് ഡെവലപ്പേഴ്സ് ഉണ്ട്, പല ബാങ്ക്സിനും ഉണ്ട്. അല്ല, ശോഭ കൊടുക്കുന്നുണ്ട്, ഇപ്പം ഡമാക്ക് വന്നു, അലിഷിലോട്ട് പല ബാങ്ക്സും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കണം ഏത് ബാങ്കാണ് 50% ആയിട്ട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് ആയതും 50% പേയ്മെന്റ് കഴിഞ്ഞ സ്റ്റേജിലും കൊടുക്കുന്നത്. അതിനെക്കാട്ടും മുൻപായിട്ട് കൊടുക്കുന്ന കേസുണ്ട്, കേസ് ടു കേസ് ബേസ് നമ്മൾ നോക്കണം. കോമൺ 50% കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി, അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങി നിങ്ങൾ 50% കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി 50% പേയ്മെന്റ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോർഗേജ് ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടി മുന്നോട്ട് കൊണ്ടുപോകും. യെസ്. പിന്നെ അത് കൂടാതെ ഒരു കാര്യം എനിക്ക് റിമൈൻഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഓഫ് പ്ലാൻ സെൽ ചെയ്യുന്ന സമയത്ത് ഓഫ് പ്ലാൻ ഹാൻഡ് ഓവർ സമയത്ത് മോർഗേജ് ലഭിക്കുന്നുള്ള ഒരു ധാരണയിലാണ് എല്ലാവരും കൊടുക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ആസ് എൻ ഏജന്റ്, ആസ് എൻ അഡ്വൈസർ എപ്പോഴും മനസ്സിൽ വെക്കണം, ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർ വീണ്ടും പ്രായം കൂടി, അപ്പം കസ്റ്റമർക്ക് കൂടുതൽ എലിജിബിലിറ്റി കുറയാണ്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നൗ ഹീസ് 50, after 2 years he's 52, so his eligibility will be less, so his income needs to be high. So അത് വളരെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് കൂടി നമ്മൾ ഓഫ് പ്ലാൻ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങളത് മനസ്സിൽ വെക്കുകയാണെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹാവ് ദ റിലേഷൻഷിപ്പ് ഇൻ ദ ബെസ്റ്റ് മാനർ, ബിക്കോസ് യു ആർ ടേക്കിംഗ് കെയർ ഓഫ് ദ പ്രോസ് ആൻഡ് കോൺസ്. ഓക്കെ, കറക്റ്റ്. പിന്നീട് ഇപ്പം എന്താണ് നമ്മൾ ആ ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ടുണ്ട് നമ്മൾ. ആണ്. ഇനി എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പറയണേ പറഞ്ഞോളൂ, കാരണം ഏതായാലും നമുക്ക് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് തരിക, കട്ട് ചെയ്യാൻ ആണ്. ഓക്കെ. അപ്പോൾ ഇപ്പം എന്താ പറയുക, ഇതൊരു ബയേഴ്സ് മാർക്കറ്റാണ്. ബൈങ് ഡ്രീം ഹോം ഇൻ ദുബായ് അതൊരു റിയാലിറ്റി ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളിപ്പം സംബന്ധിച്ച് 10-20 വർഷമായിട്ട് ദുബായിലുണ്ട്, പലയിടത്തും താമസിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഷാർജ ഭാഗത്തുണ്ട്, പിന്നെ ഒത്തിരി ഡെവലപ്പേഴ്സിൽ പലപ്പോഴും പോകുന്നതാണ്, പല മീറ്റിങ്ങുകൾക്കായിട്ട് പല കോർപ്പറേറ്റ് ഓഫീസുകൾ ഇതിലൊക്കെ. ഇപ്പം നിങ്ങൾ മാർക്കറ്റ് എങ്ങനെ നോക്കിക്കാണുന്നത്? ഇപ്പം നിങ്ങളെ മുമ്പിലൂടെ ദുബായ് വളർന്നത്, ഇപ്പോൾ ഷാർജയിൽ നിങ്ങൾ പല ഏരിയയിലും പോകുന്നുണ്ട്, അജ്മാൻ ഷാർജയിൽ. ദുബായിൻ്റെ വളർച്ച വളരെ അതിശയോട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. മാരേജ് ബ്രോട്ട് മീ ഹിയർ. 3 decades ഞാനിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ഒരുപാട് ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. ഇനി ഒരുപാട് വളരുന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്, ദ വേ ഇറ്റ് ഈസ് ഗോയിങ്. കാരണം നമ്മുടെ ഇവിടെ UAE കിട്ടുന്ന സേഫ്റ്റി, ഹൗ സേഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ്, ഹൗ വെൽ ദ ഗവൺമെൻറ് ടേക്സ് കെയർ ഓഫ് അസ്. പിന്നെ അതുപോലെ നമ്മളുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ. നമ്മളിപ്പോൾ റീസെൻ്റ്ലി അറിയുന്നത് AI പോലും വരുന്നില്ലേ ഹെൽത്ത് കെയറിലല്ലേ, ഒരു AI ഫിസിഷ്യൻ. സോ അങ്ങനെ അഡ്വാൻസ്ഡ് ആകുന്ന ഓരോ മിനിറ്റും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷയുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന്. ആണ് അതുകൊണ്ട് എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏതൊരു വ്യക്തിയും ഈ ഒരു ഡ്രീം ഹോമിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ഏതൊരാൾക്കും ഐഡിയലായിട്ടൊരു സൊല്യൂഷൻ ഉണ്ട് സ്യൂറിക്കിൽ. വി ഹാവ് എ റെഗുലർ സേവിങ് പ്ലാൻ. നമ്മളുടെ ഫണ്ട് ഗ്രോത്ത് ഒക്കെ നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്കത് സ്പെസിഫിക്കലി അങ്ങനെ ഗൈഡ് ചെയ്യാനും നമുക്ക് വളരെ ആഗ്രഹമുണ്ട്. സോ ദാറ്റ് when they are going to buy a dream home, they have a good amount of money with them as down payment, so they'll be saving through interest. അതാണ് കാരണം 25 കൊല്ലത്തിന് ശേഷം പകരം അവർ 10 കൊല്ലത്തേക്ക് എടുത്താൽ മതി, പകുതി മാത്രം പേ ചെയ്താൽ മതി.
ഓക്കെ. ആൻഡ് മോർഗേജ് എന്ന് പറഞ്ഞാൽ ഏർലി സെറ്റിൽമെൻറ്റ് ഫെസിലിറ്റിയും ഉണ്ട്. ഓക്കെ. So they can keep on saving and do partial payments on the mortgage. ഓക്കെ. പാർഷ്യൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഗുണമല്ലേ? കറക്റ്റ്. എല്ലാ ബാങ്കും മോർഗേജ് ചെയ്യുമ്പോൾ അവർക്കൊരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഓരോ വർഷം അവർക്ക് കുറച്ച് പേ ചെയ്യാൻ പറ്റും. അപ്പം നല്ല സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഫുൾ മോർഗേജ് ടേം വരെ പോകാറില്ല. പോകാറില്ല. അവർ പേ ചെയ്ത് അങ്ങ് തീർക്കും. ഒരു കാര്യം കൂടി ചോദിക്കാൻ വിചാരിച്ചു. ചിലരുണ്ട് ഒരു ബൾക്ക് എമൗണ്ട് കയ്യിൽ വരുന്ന സമയത്ത് ആ ഒന്നിച്ച് ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് ഇടുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മളെ പ്രിൻസിപ്പൾ നന്നായിട്ട് കുറയുന്ന ഒരു അതെ, അതിനൊക്കെ ചെറിയൊരു ചാർജ് ബാങ്ക് എടുക്കും. പക്ഷെ എന്നാലും അതാണ് ഭയങ്കരമായിട്ട് വയസ്സ്. നമ്മുടെ ഇമ്പാക്റ്റ് അല്ലേ നമ്മുടെ ടോട്ടൽ എമൗണ്ടിൽ വന്നിട്ട്. അതെ. സോ എവറി 1 dirham counts. ഉം. ടൈം ഇസ് മണി. ഓരോ ടൈമും അല്ലേ? അതെ. അപ്പം സോ യു ക്യാൻ ഡൈവേഴ്സിഫൈ യുവർ അസറ്റ്സ്. ഓക്കെ. ആ ഒരു എക്സ്ട്രാ എമൗണ്ട് എടുത്തിട്ട് നമുക്ക് കുട്ടികളെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാം. ഓക്കെ. ബിക്കോസ് ഈ നാട്ടിൽ നമുക്ക് പെൻഷൻ ഇല്ല, റിട്ടയർമെൻറ്റ് സേവ് ചെയ്യും. അത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അബൌട്ട് സ്യൂറിക് ഇൻഷുറൻസ്. UAE ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ പ്ലാൻ ഉണ്ട് ഗവൺമെൻറ് എംപ്ലോയീസിനും ഗവൺമെന്റ് എംപ്ലോയീസ്. ആണ്. ഓക്കെ. അതിൽ ഗവൺമെൻറ് സെലക്ട് ചെയ്തിരുന്ന പ്രൊവൈഡർ സ്യൂറിക് ഇൻഷുറൻസ് ആണ് നമ്മളുടെ. ഓക്കെ. ആൻഡ് ഓൾസോ വി ആർ സപ്പോർട്ടിംഗ് ഫോർ അൽനൂർ എഡ്യൂക്കേഷൻ ഓൾസോ.